ഞങ്ങളുടെ വീട്ടിലെ കിണറിന് ഒരു 10-15 കോല് താഴ്ച വരും. ഇത് 15-ലും നിൽക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ നിന്റെ അപ്പം തന്നെ ഒന്ന് കുഴിക്കേണ്ടി വരും. കണ്ടോ ആനി, എന്നാ പറഞ്ഞാലും ഒടുവിൽ എന്റെ അപ്പനാ തെറി. അയ്യേ, നിന്റെ ഉടുപ്പിൽ അപ്പടി മണ്ണായല്ലോ. കഴുകാൻ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടല്ലോ. ഞങ്ങൾക്കാണേല് ഇവിടെ വെള്ളം കിട്ടിയില്ലേ ജീവിതം തന്നെ വഴിമുട്ടും. നീ കിടന്ന് കഷ്ടപ്പെടുന്ന എന്നാത്തിനാ? ഇത് കഷ്ടപ്പാടാണെന്ന് ആര് പറഞ്ഞു? അവസാനം കൂലി വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. അത് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്തോളാം. അപ്പോഴേ വിശക്കുന്നില്ലേ? ഞാൻ പോയി കഞ്ഞി എടുത്തേച്ചും വരാം. ഓ അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോയി കഞ്ഞി കുടിച്ചാൽ മതി. അത് സമയം നഷ്ടമാ. ഞാൻ പോയിട്ട് ഷടയിൽ നിങ്ങൾ വന്നേക്കാം. നല്ല മനുഷ്യപ്പറ്റുള്ള കൊച്ച. ഇതിനോട് കർത്താവ് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്നാ പറ്റി? ആനയുടെ അപ്പച്ചനും അമ്മച്ചിയും എവിടെയും പോയതൊന്നുമില്ല. 7 കൊല്ലം മുമ്പ് മരിച്ചു പോയതാ. ആ പള്ളിയുടെ അപ്പുറത്ത് ഒഴുകുന്ന പുഴയില്ലേ, അതിൽ മുങ്ങി മരിച്ചു ഒരു മഴക്കാലത്ത്. അതിന് താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ശവം പോലും കിട്ടിയില്ലെന്ന്. ഞാനും ശ്രദ്ധിച്ച രണ്ടിന്റെ മുഖത്തൊരു സങ്കടഭാവം. സംഗതി ഇപ്പഴാ പിടിയിട്ടുണ്ട്. ഓ എവിടെന്ന്? ചുമ്മാ ഒരു വിശ്രമത്തിന് കയറിയതാ. എന്നാ ഇനി കഞ്ഞി കുടിച്ചിട്ടാവാ. ഞാൻ വീടെത്തിയില്ല, അപ്പോഴേക്കും വല്യമ്മച്ചി ഇതൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു. ഞങ്ങൾ വന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായല്ലേ? ഏയ് ഇതൊക്കെ എന്തോന്ന് ബുദ്ധിമുട്ട്. ആവതുണ്ടായിരുന്നെങ്കിലേ ഞാനും ഇറങ്ങിയേനെ മണ്ണ് പോരാൻ. ആ വെള്ളം അങ്ങോട്ട് കൈ കഴുകട്ടെ. കുറച്ചു കാലമായിട്ട് ഒരു പണിയും ചെയ്യാതെ ഒരിടത്തിരിപ്പല്ലേ. നിങ്ങൾ വന്നേ പിന്നീട് എന്തോ ഒരു ഉത്സാഹം. ഇവളുടെ അപ്പച്ചനും അമ്മച്ചനും ഇതുപോലെ രാപ്പകല് ജോലി ചെയ്യും. അപ്പൊ കഞ്ഞിയും വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്ന ഞാനാ. കുടിക്കേല. വിളിച്ചാ ഇതാ വരുന്നു അമ്മച്ചിന്ന് പറഞ്ഞു. പിന്നെയും കളക്കും 2 മണിക്കൂർ. പോയില്ലേ, എല്ലാം പോയില്ലേ. വല്യമ്മച്ചി കരച്ചിൽ മതിയാക്കി കഞ്ഞി വിളമ്പിക്കേ. കരച്ചിൽ വന്നാ പിന്നെ കൂലി தேவையில்லை. நம்ம எல்லாம் மனித ஜாதி. மனிதருக்கு உதவி பண்றது மனித கடமை. அந்த மலையாளத்தை இங்க வந்து 6 ஏக்கர் சுழு வேலையில புடுங்கியாச்சு. நான் விடமாட்டேன். நான் நினைச்சேன் வீட்டுக்கு போனேன், ஜங்ஷனுக்கு போனேன், முழியம்மா வீட்டுக்கு போனேன். கடைசியில நான் நினைச்ச மாதிரி இங்கே கிடைச்சேன். என்னாச்சு சொல்லுடா. எல்லாமே நம்ம ஆசைப்படியே நடந்துட்டு இருக்கு. எல்லாம் விவரமா சொல்றேன். நான் கொஞ்சம் உட்காரட்டுமா? ஏதாவது சாப்பிடலாம். உழைச்சிடுவேன் கழுதை. நான் யார் உனக்கு? நான் கல்லு கேட்கல மாமா. சொல்லட்டுமா? சரி வா வெளியே. ஆசைப்படியே நடந்தா என்ன? அது ஒரே தமாஷா போச்சு மாமா. கிணறு வெட்டினேன். கடைசியில பார்த்தா அடியில ஒரே கல்லு, அசக்க முடியாத கல்லு. கடவுள் கூட இருக்கடா. அப்புறம் என்ன பண்ண போற? அங்க எல்லாரும் சேர்ந்து ஒரே ஆலோசனை. கடைசியில நாளைக்கு இந்த வெடி மருந்து போட்டு கல்லு வெடிக்க போறாங்க. അടുത്തോട്ട് പോണ്ട. തീ അണങ്ങുന്ന സൂക്ഷിച്ച്. അല്ല ഇതാണോ മറവത്തൂര്? ഇല്ലേ, ഇത് ചേത്തുമല. ഇല്ലേ?
ഇതാന്നോ മറവത്തൂര്? ഇതെന്റെ ആരും ഒന്നും മിണ്ടാത്ത മറവത്തൂര് കഴിഞ്ഞു. മറവത്തൂരത്തുള്ള ഞാൻ പറയാം, മലയാളിയാന്നല്ലേ? ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? ഇല്ല, അടുത്ത്. അവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിനെ അറിയോ? ഇല്ല. എന്റെ അനിയച്ചാരാ. ആണോ? പാറ പൊട്ടിത്തെറിച്ച് കാലൊടിഞ്ഞ് കിടക്കുക. അവന് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. കാലൊടിഞ്ഞെന്ന് വെച്ചാ കാലൊടിഞ്ഞു. എന്ത് മാത്രമാണെന്ന് നോക്കിയാലേ അറിയാൻ ആള് കിടക്കും. മറവത്തൂർ എത്തിയല്ലേ? എത്തിയാ പറയാന്ന് പറഞ്ഞില്ലേ? പറയണേ, നടക്കരുത്. എന്നാ ഓ ഒന്നുമില്ല. അവിടെ 17 രൂപ തന്നില്ല. നിങ്ങളോട് തന്നെ. ഞാനിവിടെ വണ്ടി നിർത്തിയോണ്ടല്ലേ തനിക്ക് ഇത്രയും പേരുടെ കച്ചവടം കിട്ടിയത്? ഓശാരം ഇവിടെ നടപ്പില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാ. വണ്ടി ഇവിടെ നിർത്താൻ തന്നോട് ഞാൻ പറഞ്ഞു. പതുക്കെ പറയണോ. കാശ് വെച്ചിട്ട് പോടും. ഞാൻ തെമ്മാടുത്തം കാണിച്ചോണ്ടല്ലോ. കാണിച്ചോ നീ എന്തിയാടാ? നിന്റെ ചായക്കട നീ ഞാൻ ചെയ്തില്ല. ശരിക്കും അറിയില്ലോ. ഇതാണ് മറവത്തൂര്. ഏതാ നമ്മുടെ മൈക്കിളിന്റെ വീട്? ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീട് എവിടെ? നിനക്ക് കാശ് വേണല്ലേ? എത്ര ഒന്ന് ഓളാവേ. നമ്മുടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീട് നേരെ കിഴക്കോട്ട് തിരിഞ്ഞ് വടക്കോട്ട് പോയാൽ മതി. കുഞ്ഞെടുക്ക അല്ല, നിങ്ങളൊക്കെ ആരാ? തെമ്മാടത്തമ്മ അടിച്ച് മൂക്ക് പുറത്ത് കളയും. ചാടിച്ചാനായിരുന്നോ? ഇത് ഏതാടി അസത്തുകള്? അല്ല, നിങ്ങൾ എവിടാ താമസിക്കുന്നേ? മേളിലച്ചായ എനിക്ക് പരിചയമുള്ളവനാണോ? മൈക്കിളിച്ചാന്റെ ചേട്ടച്ചാര വല്യമ്മച്ചി. ആണോ? ഞാനും പെണ്ണും പേടിച്ചു പോയല്ലോ. പേടിക്കാൻ നിങ്ങളാരും മനുഷ്യൻ കണ്ടിട്ടില്ലയോ? കള്ളം കള്ളനെന്ന് പറഞ്ഞു ഒരൊറ്റ അലർച്ചയാ. സത്യം പറഞ്ഞ ഞാനാ പേടിച്ചേ. എന്റെ കുഞ്ഞിറക്കനോട് പെണ്ണെ കിടക്കുക. ആന്നോ? നീ വാ. ഇച്ചാനോ? എന്നതായിരുന്നു താഴെ ബഹളം? അതൊക്കെ പോട്ടെ, എങ്ങനെ ഉണ്ടാ എന്റെ കാലിന്? എന്റെ ഈശോയെ, എന്നാ കെട്ടായത്? എല്ലാം പറഞ്ഞു ഞാനോടാ. ഏത് ഡോക്ടറായി നീ കാണിച്ചേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞല്ലോടാ കുഞ്ഞെ. അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ. എന്ന് നീ ആണോ തീരുമാനിക്കുന്നേ? നമുക്ക് ഉടനെ പോവാം. നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിക്കാം. ഞാൻ പോയി വണ്ടി വിളിച്ചോണ്ടിരാം. വണ്ടി പിടിക്കാം. ഇച്ചാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ. ആദ്യം ഒന്ന് കുളിക്കേ, എന്നിട്ട് വല്ലതും കഴിക്കാം. എടാ, കുളിയും കളിയൊക്കെ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കേ. എന്റെ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വെയിലൊന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. എടാ, വണ്ടിക്കകത്ത് എവിടെ നിന്നാടാ വെയില്? ഈ ഇച്ചായൻ നീ ചെന്നാ സോപ്പും തോർത്തെടുത്തോട്. എടാ കുഞ്ഞർക്ക, ഞാൻ വേദനയ്ക്കിപ്പോ കുറവുണ്ട് ഇച്ചായ. നിങ്ങളാരും ഡോക്ടർമാരല്ലോ. പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ. ഇവിടെ എന്ത് ഡോക്ടറാടാ? നല്ല ഡോക്ടറാ നോക്കിയേ. എനിക്കൊന്നും കേക്കണ്ട. കാല് പോയാ പോയതാ. നഖവും മുടിയും പറ്റിയാ പിന്നെയും വളരും. അതുപോലാന്നോ കാല്? ശരി, ഇച്ചായൻ പോയിന്ന് കുളി, എന്നിട്ട് നമുക്ക് നാട്ടിൽ പോവാം. നിന്റെ ഒരു ഒടുക്കത്തെ കുളി. അതാ സോപ്പ് നിർത്തുന്ന. എവിടെ വിളിക്കുന്നേ? താഴൊരു കിണറുണ്ട്. അല്ലെ പിന്നെ ഒരു ഫർലങ് അങ്ങോട്ട് പോയൊരു പുഴയുണ്ട്, ആ ഭാഗത്തായിട്ട്. ഓ, എന്നാ പിന്നെ പുഴയിൽ തന്നെ ആയിക്കോട്ടെ. ഓ, എന്നിട്ട് നാട്ടിലോട്ട് പുറപ്പെടാൻ പോവാണോ? ഓ, ആര് പുറപ്പെടാനാ? ഇച്ചായൻ കുളിയഞ്ഞ് വരട്ടെ, മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വന്ന മൂച്ചിൽ എതിർക്കാൻ നിന്നാണ്ടല്ലോ. നിനക്കറിയാലോ ചായനെ, പുള്ളിക്കാരൻ എന്നെ പൊക്കിയെടുത്തോണ്ട് അങ്ങ് പോകും. ആ, നീ ചായന് കഴിക്കാൻ തരുന്നുണ്ടാക്ക. അയ്യോ